ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എടുത്തു തുടങ്ങിയത് ഫുൾ വേവ് റെക്റ്റിഫയർ, ഹാഫ് വേവ് റെക്റ്റിഫയർ, അതിൻ്റെ നേച്ചർ, എഫിഷ്യൻസി, റിപ്പിൾ ഫാക്ടർ, ഈ വക ഡീറ്റെയിൽസാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ആ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിൽറ്റർ സർക്യൂട്ട്സിനെ കുറിച്ചാണ്. എന്താണ് ഫിൽറ്റർ സർക്യൂട്ട്സ്, എന്താണ് ഫിൽറ്ററിങ് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചു ഫുൾ വേവ് റെക്റ്റിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈൻ വേവിന് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഇൻവെർട്ട് ചെയ്ത് ഇതുപോലെ കിട്ടുന്നതാണ്. നമ്മളതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ വൈ ആക്സിസിൽ വോൾട്ടേജോ അല്ലെങ്കിൽ കറൻറ്റോ മാർക്ക് ചെയ്യുന്നു, എക്സ് ആക്സിസിൽ ഫേസ് അല്ലെങ്കിൽ ടൈം, ഇതിലേതെങ്കിലും മാർക്ക് ചെയ്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്താൽ ഓരോ മൊമെൻറ്റിലും വോൾട്ടേജ് കൂടി മാക്സിമത്തിലേക്ക് എത്തുന്നു, അതിനുശേഷം സീറോയിലേക്ക് വരുന്നു, വീണ്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളായിരുന്നു. ആ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ നമ്മൾ ഇൻവെർട്ട് ചെയ്ത് ഇതായിട്ട് പോകുന്നു. ഈ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഔട്ട്പുട്ട് ഡി സി അല്ല എന്ന് നമുക്കറിയാം. നമ്മളതിനൊരു ഓമന പേരിട്ട് വിളിച്ചിരുന്നു. എന്താണ് ഓമന പേര്? പൾസേറ്റിംഗ് ഡി സി. അത് എ സിയും അല്ല ഡി സിയും അല്ല, നമ്മൾ വിളിക്കുന്നു പൾസേറ്റിംഗ് ഡി സി. നമുക്ക് ഈ പൾസേറ്റിംഗ് ഡി സി ഉപയോഗിച്ച് ഒരു ഡി സി എക്യുപ്മെൻറ്റിനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ല. കാരണം വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ വന്നു. പെർഫെക്റ്റ് ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ ആംഗിളിനനുസരിച്ച് വോൾട്ടേജിനോ കറൻറ്റിനോ മാറ്റമില്ലാതെ ദ സ്റ്റഡി കറൻറ്റ് ഷുഡ് ബി ഫ്ലോയിങ് ത്രൂ ദിസ് ഓർ യു ഹാവ് ടു സപ്ലൈ ദ സ്റ്റഡി വോൾട്ടേജ്. അതിവിടെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡി സിയുടെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം നമ്മൾ വീണ്ടും സഞ്ചരിക്കേണ്ടി വരും. ഇതിനെ മാറ്റി മോഡിഫൈ ചെയ്ത് ഡി സിയുടെ ഫോമിലേക്ക് മാറ്റണം. ആ ഡി സിയുടെ ഫോമിലേക്ക് ഇങ്ങനെ വളഞ്ഞുള്ള ഈ സാധനത്തിനെ മാറ്റി നേരെയാക്കുന്നു. യു സ്ട്രെയിറ്റൻ ദ കർവ്. സ്ട്രെയിറ്റൻ ചെയ്യുക, തലമുടി സ്ട്രെയിറ്റൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇതിനെങ്ങനെ നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാൻ സാധിക്കും? ഈ പാർട്ടിന് സ്ട്രെയിറ്റൻ ചെയ്യാനായിട്ട്, ഇവിടുത്തെ വളവുകൾ നീക്കാനായിട്ട് നമുക്ക് ചെയ്യുന്ന സർക്യൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിൽറ്റർ സർക്യൂട്ട്സ്. വി ഫിൽറ്റർ ഔട്ട് ദ എ സി പാർട്ട് ഓഫ് ദി പൾസേറ്റിംഗ് ഡി സി. വി ജസ്റ്റ് ടേക്ക് ദ ഡി സി പാർട്ട് ഓർ ഫിൽറ്റർ ഔട്ട് ദ എ സി കമ്പോണൻറ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ഓഫ് ദി റെക്റ്റിഫയർ. അതിനുപയോഗിക്കുന്ന കമ്പോണൻസും സർക്യൂട്ടും ഒന്ന് പരിചയപ്പെടുത്താണ്. നമ്മൾ രണ്ട് കമ്പോണൻസിനെ കുറിച്ച് താഴ്ന്ന ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന്, ഈ കമ്പോണൻ്റ് എന്താണെന്നറിയാം, കപ്പാസിറ്റർ അല്ലേ? അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ സി എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതോ എന്താത്? ഇൻഡക്റ്റൻസ് കോയിൽ. റെസിസ്റ്റൻസും കോയിലും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഇങ്ങനെയാണ് നമ്മളൊരു ഇൻഡക്റ്റൻസ് കോയിൽ വരയ്ക്കുന്നത്. റെസിസ്റ്റൻസ് ആണെങ്കിലോ ഈ വിധത്തിൽ. അപ്പോൾ ഈ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഒരേപോലെ നമുക്ക് ഒരേ ഗണത്തിൽ പെടുത്താം. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. ഈ റെസിസ്റ്റർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 10 ഓം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ എവർ. അതിൻ്റെ റെസിസ്റ്റൻസ് ഏത് വോൾട്ടേജ് കൊടുത്താലും അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് 10 ഓം ആണെങ്കിൽ ഇറ്റ് ഈസ് 10 ഓം ഓൾവേസ്. ഓർ ഇറ്റ്സ് റെസിസ്റ്റൻസ്, യു ക്യാൻ സേ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. it is independent of the voltage or independent of the current. But think about these two. ഏത്? കപ്പാസിറ്റൻസിനും ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ അതിൻ്റെ റെസിസ്റ്റൻസ്, ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റൻസ് ഓർ ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്റ്റൻസ്. ഇത് രണ്ടും നമ്മളതിനെ റെസിസ്റ്റൻസ് എന്നല്ല വിളിക്കുക, റിയാക്റ്റൻസ് എന്നാണ് വിളിക്കുക. റെസിസ്റ്റൻസ് എന്നുള്ള പേരിന് പകരം വി കോൾ ഇറ്റ് ആസ് റിയാക്റ്റൻസ്. ഈ റിയാക്റ്റൻസിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. എത്രയാണ് ഇതിൻ്റെ വാല്യൂ എന്ന് ഓർമ്മയുണ്ടോ? എക്സ് സി ഈക്വൽ ടു 1/c ഒമേഗ. ദ റിയാക്റ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ ഈസ് ഡിനോട്ടഡ് ലൈക്ക് ദിസ്. എക്സ് സഫിക്സ് സി ഈക്വൽ ടു 1/c ഒമേഗ. വാട്ട് ഈസ് സി? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ഇറ്റ്. വാട്ട് ഈസ് ഒമേഗ? ഇറ്റ് ഈസ് the angular frequency of the supplied voltage, supplied AC, or omega equal to 2 pi into frequency 2 pi f. That means its angular frequency, if it is omega, it is inversely proportional, and the reactance omega ki inversely proportional ആണ്.
അറ്റ് ദ സെയിം ടൈം തിങ്ക് അബൌട്ട് ദിസ്, ഇതിൻ്റെ റിയാക്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് എൽ എന്നാണ്. എക്സ് എൽ ഈക്വൽ ടു എൽ ഒമേഗ. എൽ ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ ഒരു ഇൻഡക്റ്റൻസ് കോയിലിൻ്റെ റിയാക്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ആംഗുലർ ഫ്രീക്വൻസി. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ്. ഈ ഡിപ്പെൻഡൻസ് തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഹിയർ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഹിയർ ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചിന്തിച്ച് നോക്കിൻ. ഒമേഗയുടെ വാല്യൂവിനനുസരിച്ച്, ഫ്രീക്വൻസിയുടെ വാല്യൂവിനനുസരിച്ച് കപ്പാസിറ്റൻസിൻ്റെ റിയാക്റ്റൻസ് മാറുന്നു. ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഇൻക്രീസിങ്, its reactance is decreasing. ഡിക്രീസ് ചെയ്ത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒമേഗയ്ക്ക് നല്ല വാല്യൂ കൊടുക്കുന്നു, ഹൈ വാല്യൂ. ഫോർ തിയററ്റിക്കൽ കേസ് സപ്പോസ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റി, then what about the reactance? It is 1 by infinity or approximately 0 by definition. or high frequency ആണെങ്കിൽ ഫ്രീക്വൻസിയുടെ വാല്യൂ കൂടുന്തോറും അതിൻ്റെ റിയാക്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. റിയാക്റ്റൻസിൻ്റെ വാല്യൂ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കടത്തിവിടാനുള്ള കഴിവ് കൂടി വരുന്നു. കാരണം റെസിസ്റ്റൻസ് കുറയാണ്. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഈസി ആയിട്ട് കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്തോറും ഈസി ആയിട്ട് കടത്തിവിടുന്നു. എന്തിന്? ഈ കറണ്ടിനെ കടത്തിവിടുന്നു. ഫ്രീക്വൻസി 0 എന്ന് പറഞ്ഞാലോ, ഫ്രീക്വൻസി 0 എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫിനിറ്റി ആയി, കടത്തിവിടില്ല. എക്സ് ഈസ് ഇൻഫിനിറ്റി, no passage, it will not allow the passage of that particular voltage or particular current. അതിന് നമ്മൾ മലയാളത്തിലൊന്നും ആക്കി നോക്കിയാൽ എ സി ഈസി ആയിട്ട് കടന്നു പോകുന്നു, ഡി സി കടത്തിവിടുന്നില്ല. കാരണം ഫ്രീക്വൻസി 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡി സി, നോ ചേഞ്ച്. അപ്പോൾ ഡി സിയെ ബ്ലോക്ക് ചെയ്യുകയും എ സിയെ ഈസി ആയിട്ട് കടത്തിവിടുകയും ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? അത് ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് വിച്ച് അലൗസ് ദ ഫ്ലോ ഓഫ് എ സി ആൻഡ് ബ്ലോക്സ് ദ ഫ്ലോ ഓഫ് ഡി സി. ക്ലിയർ? ആ പെക്യൂലിയാരിറ്റിയാണ് നമ്മൾ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ പോണേ. എ സിയെ ഈസി ആയിട്ട് കടത്തിവിടുകയും ഡി സിയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. നേരെ ഉൾട്ട എന്തിൽ? ഇൻഡക്റ്റൻസ് കോയിലിൽ ഒമേഗയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ, അതായത് ഡി സി, ഇതിൻ്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. ഒമേഗയുടെ വാല്യൂ ഹൈ വാല്യൂ ആണെങ്കിലോ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എന്താണ് അതിൻ്റെ മീനിങ്? എ സി കടത്തിവിടാതിരിക്കുകയും ഡി സിയെ ഈസി ആയിട്ട് കടത്തിവിടുകയും ചെയ്ത. അപ്പോൾ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി നമുക്ക് ജസ്റ്റ് റിവേഴ്സായിട്ട് ചിന്തിക്കാം. ഒരു എ സിയെ ഈസി ആയിട്ട് കടത്തിവിടുകയും ഡി സിയെ ബ്ലോക്കേജ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് കപ്പാസിറ്റൻസ്. വൈൽ ദ ഇൻഡക്റ്റൻസ്, ഇൻ ദ കേസ് ഓഫ് ഇൻഡക്റ്റൻസ്, ഇറ്റ് വിൽ നോട്ട് അലൗ ദ ഫ്ലോ ഓഫ് എ സി ആൻഡ് അലൗ ദ ഫ്ലോ ഓഫ് ഡി സി. ക്ലിയർ? ഈ ആശയത്തിന് നമുക്ക് ഇവിടേക്കൊന്ന് കൊടുക്കാണ്. ഒരു കപ്പാസിറ്റർ നമ്മുടെ ഏതെങ്കിലും റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട്, ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടാണ് ഞാൻ കാണിച്ചത്, വെദർ ഇറ്റ് ഈസ് സെൻറ്റർ ടാപ്ഡ് ഓർ ബ്രിഡ്ജ് റെക്ടിഫയർ. ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാനിങ്ങനെ കൊടുക്കണമെന്ന് വിചാരിക്കും. ഒരു കപ്പാസിറ്റർ ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിലേ വരുന്ന എ സി ഈസി ആയിട്ട് കടത്തിവിടുന്ന കമ്പോണൻ്റാണ് നമ്മുടെ കപ്പാസിറ്റർ. ഇതിലെ എ സി കൃത്യമായിട്ട് കടന്നു പോയി ബൈപ്പാസ് ചെയ്ത് പോവും. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? എ സിയുടെ വാല്യൂവിനെ എലിമിനേറ്റ് ചെയ്ത് ബാക്കി വരുന്ന ഡി സി ആയിരിക്കും ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. ഹിയർ ഡി സി നമുക്ക് കിട്ടി. അപ്പോൾ ഒരു കപ്പാസിറ്ററിനെ നമുക്കിങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മിക്സഡ് വാല്യൂവിൽ അല്ലെങ്കിൽ റെക്ടിഫയറിൻ്റെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് എ സിയെ ഈസി ആയിട്ട് ബൈപ്പാസ് ചെയ്ത് കളയുകയും ബാക്കി വരുന്ന ഡി സിയെ ഔട്ട്പുട്ടിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വളരെ വളരെ യൂസ്ഫുള്ളാണ്. ദ സെയിം കേസ് യു ക്യാൻ അപ്ലൈ ബൈ യൂസിങ് ദ ഇൻഡക്റ്റൻസ് കോയിൽ. ഏതാ ഇൻഡക്റ്റൻസ് കോയിൽ? ഇവിടെ. ആ ഇൻഡക്റ്റൻസ് കോയിലിന് ഞാൻ ഈ റെക്ടിഫയർ ഔട്ട്പുട്ടിന്
സീരീസ് ആയിട്ട് വെക്കുകയാണെന്ന് വിചാരിക്കൂ. റെക്ടിഫയർ ഔട്ട്പുട്ടിന് സീരീസ് ആയിട്ട് വെച്ചാൽ എന്ത് സംഭവിക്കുന്നു? എ സി ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. കാരണം എ സിയെ കടത്തിവിടില്ല. ഇറ്റ് വിൽ നോട്ട് അലൗ ദ ഫ്ലോ ഓഫ് എ സി ബിക്കോസ് ദ റിയാക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ. അതിൻ്റെ ഫ്രീക്വൻസി കൂടും തോറും നല്ല ഫ്രീക്വൻസി ഉള്ള എ സി ആണെങ്കിൽ പറയാൻ വേണ്ട, ഒന്നും കടത്തിവിടില്ല. ബാക്കിയുള്ള ഡി സി ആയിരിക്കും ഇതിലേ കടത്തിവിടുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഔട്ട്പുട്ടിൽ ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ഡി സി വാല്യൂ. എന്നാലും കുറച്ചൊക്കെ മിക്സിംഗ് ഒക്കെ ഉണ്ടാവും. കുറേശ്ശെ ഇവിടെ ബ്ലോക്ക് ചെയ്തു, ഇവിടെ ബൈപ്പാസ് ചെയ്തു, ഇവിടെ ബ്ലോക്ക് ചെയ്തു. ഈ അവസ്ഥകളിൽ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ഇതേ കണ്ടീഷൻ നമുക്ക് ഈ ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഗ്രാഫിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയാൽ ഫുൾ വേവ് റെക്ടിഫയറിൽ നമുക്ക് ഇതുപോലെയാണ് ഔട്ട്പുട്ടുകൾ കിട്ടുന്നത് അല്ലേ? ഈ ഔട്ട്പുട്ടിൻ്റെ പ്രത്യേകത ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ആ എ സിയുടെ വാല്യൂ ഓയിൽ നിന്നിങ്ങനെ കൂടി മാക്സിമത്തിലേക്ക് എത്തുന്നു. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് 10 വോൾട്ട് ആണെങ്കിൽ 10ലേക്ക് എത്തുന്നു. 10ലേക്ക് എത്തുന്ന സമയം കൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കും ഈ കപ്പാസിറ്റർ മുകളിലത്തെ പ്ലേറ്റ് പോസിറ്റീവും താഴെ നെഗറ്റീവും വരത്തക്ക വിധത്തിൽ ചാർജ് ചെയ്തു. കപ്പാസിറ്റർ അതിൻ്റെ മാക്സിമത്തിലേക്ക് പീക്ക് വാല്യൂവിലേക്ക് ചാർജ് ചെയ്ത് കിടക്കുകയാണ്. ഈ പ്രോസസ്സ് എത്തിക്കഴിഞ്ഞ് മാക്സിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നത്തെ ടെൻഡൻസി കുറയാനാ. എവിടെ നിന്ന് കുറയുന്നു? മാക്സിമം 10 വോൾട്ട് ആണെങ്കിൽ 10ൽ നിന്ന് കുറഞ്ഞു. 10ൽ നിന്ന് ഇങ്ങനെ കുറയാനുള്ളൊരു ടെൻഡൻസി ഇവിടുത്തെ സോഴ്സിലുണ്ടാകുമ്പോൾ ഈ കപ്പാസിറ്റർ എന്താ ചെയ്യാമെന്നറിയോ? കപ്പാസിറ്ററിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ ഒക്കെ പ്രത്യേകത നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ ലെൻസസ് ലോയും ഫാരഡേസ് ലോസൊക്കെ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട്. എന്ത് ചേഞ്ചാണോ വരുത്തുന്നത്, സർക്യൂട്ടിൽ എന്ത് ചേഞ്ചാണോ ഉള്ളത്, ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക. ഒരു തരം റിബൽ ടൈപ്പിലാണ് വരുന്നത്. എന്ത് ചേഞ്ചാണോ വരുന്നത് ആ ചേഞ്ചിനെ അത് ഒപ്പോസ് ചെയ്യാൻ നോക്കും. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് വോൾട്ടേജ് കുറയാനുള്ളൊരു ടെൻഡൻസി വന്നാൽ എയിൽ നിന്ന് ബിയിലേക്ക് വോൾട്ടേജ് കുറയുന്ന സമയത്ത് ഓൾറെഡി കപ്പാസിറ്റർ ചാർജ് ചെയ്ത് നിൽക്കുകയാണ്. ഈ കപ്പാസിറ്ററിൻ്റെ വക ഒരു സപ്ലൈ എന്നാ പിടിച്ചോ വോൾട്ടേജ് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഏത് പാത്തിലൂടെ? ഇതിലേ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യും. ദാറ്റ് മീൻസ് എയിൽ നിന്ന് ബിയിലേക്ക് കുറയുന്നതിന് പകരം കുറച്ച് കുറയും. പക്ഷേ കപ്പാസിറ്ററിലെ ചാർജ് കൊണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഡിക്രീസ് ഈ വിധത്തിൽ കുറച്ച് കുറയും. അപ്പോൾ ഇവിടെയും വരെ ഡിക്രീസ് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ ഈ പോയിൻ്റ് വരെ മാത്രമേ അത് കുറയുള്ളൂ. അങ്ങനെ സോഴ്സിൽ, അതായത് റെക്ടിഫയർ ഔട്ട്പുട്ടിൻ്റെ ഈ വാല്യൂവിൽ 0യിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ 0യിലേക്ക് എത്തില്ല. ലോഡ് റെസിസ്റ്റൻസിൽ ആ വാല്യൂ, വോൾട്ടേജിൻ്റെ വാല്യൂ 0യിലേക്ക് എത്തുന്നതിന് പകരം B' കറസ്പോണ്ടിങ് ആയിട്ട്, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10 വോൾട്ടിലേക്ക് കൂടി പിന്നെ 0ലേക്ക് വരുന്നതിന് പകരം അത് ചിലപ്പോൾ 2 വോൾട്ട് എത്തുമ്പോഴേക്കും ഈ ഡിക്രീസ് കഴിഞ്ഞു. 8 വോൾട്ടിലേക്കുള്ള ഡിക്രീസേ വരുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് 10 ഹിയർ, you can say only the decrease is up to 8, not to 0, but only up to 2 വോൾട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ബിയിൽ നിന്ന് സിയിലേക്ക് വരുന്ന ഈ സൈക്കിളിൻ്റെ, ഈ ഹാഫ് സൈക്കിളിൻ്റെ പകുതി, ക്വാർട്ടർ ഓഫ് ദി സൈക്കിള്, ആ സൈക്കിൾ വന്നു. വീണ്ടും റിവേഴ്സ് ചെയ്തു. കപ്പാസിറ്റർ ചാർജ് ചെയ്യാനുള്ള ടെൻഡൻസിയായി. അങ്ങനെ കപ്പാസിറ്റർ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ, താഴേക്ക് എത്തിയില്ല. ഇവിടെ നിന്ന് ചാർജ് ചെയ്ത് സിയിലേക്ക് എത്തി. സിയിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ഈ ഔട്ട്പുട്ട് പ്രകാരം ഡിക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അങ്ങനെ ഡിക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളപ്പോൾ കപ്പാസിറ്റർ വീണ്ടും കപ്പാസിറ്റർ വീണ്ടും അതിൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് സപ്ലൈ ചെയ്യാണ്. സപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഡിയിലേക്ക് എത്തുന്നതിന് പകരം ആ വോൾട്ടേജിലുള്ള ഡിക്രീസ് ഓൺലി അപ് ടു 8 ഓർ ദ പോയിൻ്റ് ഈസ് കമ്മിങ് ടു, ഞാൻ D' എന്ന് മാർക്ക് ചെയ്തു. ഡിയിലേക്ക് എത്തുന്നതിന് പകരം D'. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നോക്കിയാൽ എന്തുണ്ടാവും? ആ വോൾട്ടേജിൻ്റെ വാല്യൂ വൺസ് കൂടി എയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നോട്ട് കമ്മിങ് ടു 0, ഹിയർ ഓൾസോ നോട്ട് കമ്മിങ് ടു 0. ദെൻ ഈ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ 0യിൽ നിന്ന് 10ലേക്ക് കയറി, 10ൽ നിന്ന് 8ലേക്ക്, അല്ലേ? 8ലേക്കുള്ള ഡിക്രീസ്. ആക്ച്വൽ കേസിൽ എന്തായിരുന്നു? 0യിലേക്കുള്ള ഡിക്രീസ് ആയിരുന്നു. അപ്പോൾ ഈ എ സിയെ
ഞാൻ ഇങ്ങനെ ഒരു സർക്യൂട്ടിലേക്ക് കൊടുത്താൽ, ഒരു കപ്പാസിറ്ററിലേക്ക് കൊടുത്താൽ, ആ കപ്പാസിറ്ററിൻ്റെ ആക്ഷൻ മുഖേന 10 നിന്ന് 0 കുറയുന്നതിന് പകരം 10 നിന്ന് 8 മാത്രമേ കുറയുള്ളൂ. അപ്പം ചെറിയൊരു ഫ്ലക്ച്വേഷനല്ലേ ഉള്ളൂ. ഇത് DC ആണോ? സിനിമ ഡയലോഗ് പോലെ ഏറെക്കുറെ അത് DC പോലെ. കാരണം ചെറിയ ഫ്ലക്ച്വേഷനുള്ളൂ, 0 വരുന്നില്ല. പകരം 10 നിന്ന് 8 വരൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ നമുക്ക് DCക്ക് പകരം വേണമെങ്കിൽ യൂസ് ചെയ്യാം. even though there is a slight fluctuation in the upper level, whenever it is increasing to 10, not coming to 0, but the fluctuation is only in between 10 and 8. 10നും ഇടയ്ക്ക് 8നും ഇടയ്ക്ക് മാത്രമുള്ളൊരു ഫ്ലക്ച്വേഷനാക്കി മാറി. അത് നമുക്ക് സഹിക്കാം. അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ ആക്ഷനെ നമുക്ക് ഇതേ വിധത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ കപ്പാസിറ്ററിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് AC ബൈപ്പാസ് ചെയ്ത് കിടക്കുന്ന. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്ററും കൂടി ഇങ്ങനെ വെച്ചാലോ? പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്ററും കൂടി പാരലായിട്ട് വയ്ക്കുക. അപ്പോൾ എന്തുണ്ടായി? ഇവിടെ എന്തെങ്കിലും കുറച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ബൈപ്പാസ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഈ സാധനം അടുത്ത കപ്പാസിറ്റർ അതിനും കൂടി ബൈപ്പാസ് ചെയ്തോളും. ഇനിയും കാശ് പോക്കറ്റ് നിറച്ചാണെങ്കിൽ ഇനിയും ഒരു കപ്പാസിറ്റർ വയ്ക്കുക. അങ്ങനെ കപ്പാസിറ്ററുകൾ ഇങ്ങനെ പാരലായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അവസാനം ഔട്ട്പുട്ടിൽ കിട്ടുന്ന DCയുടെ വാല്യൂ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്, ചെറിയ ഫ്ലക്ച്വേഷനൊക്കെ വരാം, ഓൾമോസ്റ്റ് സ്റ്റഡി വോൾട്ടേജ് യു വിൽ ഗെറ്റ്. കപ്പാസിറ്ററിൻ്റെ ആക്ഷൻ. അപ്പോൾ ഒരു കപ്പാസിറ്ററാണ് ഫിൽറ്റർ സർക്യൂട്ടിൻ്റെ പ്രധാന സാധനം. നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഏതെടുത്താലും അതിൻ്റെ ഉള്ളിൽ കപ്പാസിറ്ററിൽ കാണാം. ഇഫ് വി കണക്ട് ദ കപ്പാസിറ്റർ പാരലൽ ടു ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഓർ പാരലൽ ടു ദ ഔട്ട്പുട്ട്, you can bypass the AC components if any. അതെല്ലാതാക്കാം. ഇത് ഇൻഡക്റ്റൻസ് കോയിലിൻ്റെ ഓർഡറിലും വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻഡക്റ്റൻസ് കോയിലിൽ കപ്പാസിറ്റർ ആണെങ്കിൽ പാരലായിട്ട് വെച്ചാൽ മതി തോന്നുന്നു. ഇൻഡക്റ്റൻസ് കോയിലാണെങ്കിലോ ഈ സർക്യൂട്ടിൽ എവിടെയൊക്കെ ആവശ്യമുണ്ടോ ആ പാർട്ടിൽ നമുക്കിവിടെ ഇങ്ങനെ സീരീസ് ആയിട്ട് വെച്ചാൽ പോരെ. റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൻ്റെ സീരീസ് ആയിട്ട് കപ്പാസിറ്റർ ആണെങ്കിൽ പാരലായിട്ട് വയ്ക്കുന്നു. ഇൻഡക്റ്റൻസ് കോയിലാണെങ്കിലോ സീരീസ് ആയിട്ട് വെച്ചാൽ ആ DC വാല്യൂ ഈസി ആയിട്ട് ഇതിൽ കടത്തിവിടും. ACയെ ഇവിടെ ബ്ലോക്ക് ചെയ്യും. കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യുന്നതിന് പകരം ഇൻഡക്റ്റൻസ് ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഡക്റ്റൻസിന് അക്രോസ് നമ്മൾ വോൾട്ടേജ് എപ്പോഴെങ്കിലും മെഷർ ചെയ്താൽ ഇറ്റ് ഈസ് ഓൺലി AC. If you take the output from RL, you will get the DC value. അപ്പോൾ 2 പോയിൻ്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. കപ്പാസിറ്റർ പാരലായിട്ട് ഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് കോയിൽ സീരീസ് ആയിട്ട് ഘടിപ്പിക്കുകയോ ചെയ്താൽ AC പാർട്ടിനെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ സാധിക്കും. അപ്പോൾ ചോദ്യം, ഇത് രണ്ടും കൂടി നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്തുകൂടെ? ചില സർക്യൂട്ടുകളിൽ നല്ല കമ്പനികളുടെ എലിമിനേറ്റർ ആണെങ്കിൽ ഇൻഡക്റ്റൻസ് കോയിലും കപ്പാസിറ്ററും ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇൻഡക്റ്റൻസ് കോയിലുണ്ടാവും, കപ്പാസിറ്റർ ഉണ്ടാവും. ഔട്ട്പുട്ടിന് ഇതായിട്ട് എവിടെ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നുവോ അതെല്ലാം പാരലൽ, എവിടെ ഇൻഡക്റ്റൻസ് കോയിൽ കണക്ട് ചെയ്യുന്നുവോ അതെല്ലാം സീരീസ്. ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നു ചോക്ക് ഇൻപുട്ട്. ചോക്ക് എന്നുള്ള വാക്ക് ഒരു കോയിലിന് പകരം ഇലക്ട്രോണിക്സിലും ഇലക്ട്രിസിറ്റിയിൽ യൂസ് ചെയ്യുന്ന ചോക്ക് കോയിലുകൾ, പഴയ ട്യൂബ് ലൈറ്റുകളോ അല്ലെങ്കിൽ ഇപ്പോൾ LED വന്നപ്പോൾ അങ്ങനെ ഇല്ല, പഴയ ട്യൂബുകളൊക്കെ കണ്ടാൽ നിങ്ങൾ ചോക്ക് എന്ന് പറഞ്ഞൊരു സാധനം കാണും. ഈ ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡക്റ്റൻസ് കോയിലാണ്. ആ ഇൻഡക്റ്റൻസ് കോയിൽ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ വോൾട്ടേജിൻ്റെ ലെവല് നമുക്ക് ഉയർത്താനും അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡക്റ്റൻസ് കോയിൽ, ഒരു കപ്പാസിറ്റർ ഇതുപോലെ ഘടിപ്പിക്കുക. എപ്പോൾ ഇൻഡക്റ്റൻസ് കണക്ട് ചെയ്യുന്നുവോ ഇറ്റ് ഈസ് സീരീസ്, എപ്പോൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നുവോ അത് പാരലൽ. ഇങ്ങനെ 2 കണക്ട് ചെയ്താൽ അതിനെ ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ. എന്ത് ഫിൽറ്റർ? ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ. ഇനിയും നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യും. 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്റ്റൻസും കണക്ട് ചെയ്യും. എവിടെ? റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന്. അതിനുശേഷം നമ്മൾ ലോഡ് കണക്ട് ചെയ്യുകയാണ്. ഇൻഡക്റ്റൻസ് കോയിലിൻ്റെ സിമ്പിൾ ഈ കോയിലിൻ്റെ മുകളിൽ ഒരു വരയുണ്ട് കേട്ടോ.
ഇവിടെ C1 C2 രണ്ട് കപ്പാസിറ്റേഴ്സ്, ദേ ആർ ഇൻ പാരലൽ ഇൻ ബിറ്റ്വീൻ ആൻ ഇൻഡക്റ്റൻസ് കോയിൽ. ഇത് ഏതാണ്ട് ഗ്രീക്ക് ലെറ്ററിലെ പൈ പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിൽറ്ററിനെ വിളിക്കുന്ന പേര് പൈ സെക്ഷൻ ഫിൽറ്റർ എന്നാണ്. പൈ സെക്ഷൻ ഫിൽറ്റർ. പയ്യുടെ ഷേപ്പിൽ മുകളിൽ ഇൻഡക്റ്റൻസ്, രണ്ട് സൈഡിൽ കപ്പാസിറ്റേഴ്സ്. Therefore, this type of filter is called pi section filter. This type of filter is called choke input filter. Or in general, if you want to supply the values, the DC value, want to get the DC value, you connect the inductance in series, you connect the capacitor in parallel. ഇഷ്ടം പോലെ ഘടിപ്പിക്കുന്നു, ഇഷ്ടം പോലെ. അതിനനുസരിച്ച് ആ എലിമിനേറ്ററിൻ്റെ, അതിന് വിളിക്കുന്ന പേര് റെക്ടിഫയർ എന്നുള്ളത്, ഈ സർക്യൂട്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ പേര് മാറ്റി എലിമിനേറ്റർ എന്നാക്കി. റെക്ടിഫയർ എന്നുള്ള പേരിന് പകരം അതിൻ്റെ ഫിൽറ്റർ സർക്യൂട്ടുകൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കൊമേഴ്സ്യൽ നെയിമായിട്ട് വിളിക്കുന്ന എലിമിനേറ്റർ എന്നാണ്. എന്ത് എലിമിനേറ്റ് ചെയ്യുന്നു? AC പാർട്ടിനെ എലിമിനേറ്റ് ചെയ്ത് DC പാർട്ടാക്കി മാറ്റുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ട് ഒരു ഫുൾ വേവ് റെക്ടിഫയർ, either the center tapped full wave rectifier or the full wave bridge rectifier. That output is connected to either choke input filter or bisection filter or simply to a capacitor or simply to an inductance. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഒരു ഫിൽറ്റർ സർക്യൂട്ടും കൂടി ഘടിപ്പിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് ലോഡാക്കി മാറ്റുന്നു. ലോഡ് റെസിസ്റ്റൻസ് ഇവിടെ കാണിക്കുന്ന നിർബന്ധമൊന്നുമില്ല. നമ്മളെവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ലോഡ്. അങ്ങനെ ലോഡിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പെട്ടിയിലാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ എലിമിനേറ്ററിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ റെക്ടിഫയർ എന്നുള്ളത് മാറ്റി നമ്മളതിനെ എലിമിനേറ്റർ എന്നാക്കി. മൊബൈലിലൊക്കെ ആണെങ്കിലോ അതിൻ്റെ ചാർജർ എന്നാക്കി. കാരണം മൊബൈലിനെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന നിലയിൽ എലിമിനേറ്റർ എന്നുള്ള പേര് മാറ്റി ചാർജർ, മൊബൈൽ ചാർജർ. അതിനുണ്ടാവും ഇതുപോലെ അല്ലേ, രണ്ട് പല്ലും ഒരു വാലുമായിട്ട് കൃത്യമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അവിടെ ആ വാലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും. ആ പോസിറ്റീവ് നെഗറ്റീവും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 12 വോൾട്ടോ അതിൻ്റെ ചാർജറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, ക്വാളിറ്റി അനുസരിച്ച് പല വോൾട്ടേജിലുള്ള ചാർജറുകൾ. അപ്പോൾ എന്താണ് ഒരു ചാർജർ? ഇറ്റ് ഈസ് എൻ എലിമിനേറ്റർ. എന്താണ് ഒരു എലിമിനേറ്റർ? ഇറ്റ് ഈസ് എ റെക്ടിഫയർ സർക്യൂട്ട് വിത്ത് ഫിൽറ്റർ സർക്യൂട്ട്. അപ്പോൾ റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ കൂടെ ഒരു ഫിൽറ്റർ സർക്യൂട്ടും കൂടി ഘടിപ്പിച്ച് അതിനെ ഭംഗിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് എലിമിനേറ്ററായി അല്ലെങ്കിൽ ചാർജറായി. അപ്പോൾ ഈ ആക്ഷനാണ് നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട പാട്ടുള്ളത്. എങ്ങനെയാണ് AC-യെ ബൈപ്പാസ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ AC-യെ എലിമിനേറ്റ് ചെയ്യുന്നത്? ഈ ആശയം മനസ്സിലായി കാണും. അപ്പോൾ ഈ പാട്ടിനെ ഞാൻ ഇവിടെ നിർത്താണ്. നെക്സ്റ്റ് പാട്ട് നമുക്ക് അതിൻ്റെ ഒരു സെനർ ഡയോഡ് എന്ന് പറഞ്ഞ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം.